ഇവിടെ LDF-നെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം. അതുകൊണ്ടായിരിക്കും സ്വരാജിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി നിർത്തുന്നു. മാത്രമല്ല ഇവിടെ ചിത്രത്തിലേക്ക് നോക്കുക, ഇനി പക്ഷേ അൻവർ ഒരുപക്ഷെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചേക്കുമെന്നുള്ള സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തുണ്ട് കളത്തിൽ, അതുപോലെ തന്നെ M സ്വരാജും വരുന്നുണ്ട്. BJP സംബന്ധിച്ച് BJP ഇല്ല, അതുപോലെ തന്നെ BDJS വന്നേക്കുമെന്ന ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വൈവിധ്യമാർന്ന ഒരു ഇത് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. എല്ലാവരും കളത്തിൽ ശക്തരാണെന്ന് തോന്നുന്നു. എന്തായിരിക്കും അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പോര് നിലമ്പൂരിലേക്ക് സജ്ജമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അൻവർ കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അൻവർ UDF-ൻ്റെ കോട്ടയിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കും, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അൻവറിനെ നിസ്സാരമായി തള്ളിക്കളയാം, അൻവർ വിചാരിച്ച അവിടെ ഒന്നും നാടാൻ പോണില്ല, പാട്ടുംപാടി UDF സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ആര്യാടൻ ഷൗക്കത്തിന് ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല. ചില വോട്ടുകളിൽ UDF വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ അൻവറിന് കഴിയും. അപ്പോൾ അൻവർ അങ്ങനെ പിടിക്കുന്ന വോട്ടുകൾ UDF-ന് ക്ഷീണമാവും. അതിന് പുറമെ ഇപ്പോൾ വേറൊരു ചിന്ത BJP-യുടെ ഭാഗത്തുള്ളത്, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയും ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്കോപ്പുണ്ട്. അപ്പോൾ BJP ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയാൽ അതിനും ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ BJPക്ക് അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൂടി വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയാനുള്ളൊരവസരവും കൂടെ അവർക്ക് കിട്ടും. അതിനുപരിയായി കുറേ UDF വോട്ടുകൾ കൂടി അപ്പോൾ വിള്ളലുണ്ടാകുമോ എന്നുള്ള ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും CPM സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് അവിടെ കളത്തിൽ വരാനുള്ള ഒരു പിക്ചറും കൂടെ CPM ഇട്ടിട്ടുണ്ട് എന്ന്. അവർ വളരെ രാഷ്ട്രീയ തന്ത്രത്തിൽ മിടുക്കന്മാരാണ്. ആ കാര്യം കൂടെ കണ്ടുകൊണ്ടായിരിക്കും കുറച്ച് വോട്ടുകൾ കൂടി UDF-ൻ്റേത് സ്പ്ലിറ്റ് ചെയ്ത് പോകട്ടെ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ അങ്ങനെ BJPക്ക് ഒരു പ്രേരണ കൊടുക്കാനും കൂടെ. അങ്ങനെ BJP പിന്നോട്ട് പോയാൽ ഒരു പക്ഷേ BJP-യുടെ വോട്ടുകൾ പൂർണ്ണമായും ഇപ്പോൾ ഭരണവിരുദ്ധ വികാരവും മറ്റ് പല കാരണങ്ങളുള്ളതുകൊണ്ട് UDF-ന് അനുകൂലമായിട്ട് മറ്റോ പോയാലോ എന്നും ചിലപ്പോൾ CPM-ന് സംശയം കാണും. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ എന്തായാലും പ്രത്യേകമായൊരു ബ്ലോക്കായിട്ട് നിൽക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അതിനായിരിക്കും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കുള്ള സ്പേസും കൂടി ഇട്ടിരിക്കുന്നത്.